ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സ്വയം സന്തോഷമായിരിക്കുന്ന വിശ്വസിക്കുന്ന അറിയാവുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പരട്ടാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കും. മീൻ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി നമ്മൾ നന്നായിട്ട് 10-25 എണ്ണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കാൻ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു സവോളയും 2 പച്ചമുളകും നന്നായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് മൂടി വെച്ച് ഉപ്പിട്ട് വേവിക്കും. ഇപ്പോൾ സവോളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി മസാല പൊടികൾ തീ കുറച്ച് വെച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ സാധാ മുളക് പൊടിയും, മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്വല്പം പെരുംജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ സ്വല്പം തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മീനൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതൊക്കെ മൂടി വെച്ച് നന്നായി വേവിക്കുക. പിന്നെ ഈ വെള്ളമൊക്കെ നന്നായി വറ്റി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ മീൻ തെറ്റാവുള്ളൂ. മീനൊക്കെ അത്യാവശ്യം നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു അടിപൊളി മീൻ പരട്ട്. ഇതിലും കൂടുതൽ വേണമെങ്കിൽ വറ്റിച്ചെടുക്കുക. നിങ്ങൾ അതൊക്കെ ശ്രമിക്കുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.